അൽഹംദുലില്ലാഹ് ചൊല്ലി ഡെയിലി 20 മിനിറ്റ് നേരം രാവിലെ ചൊല്ലിട്ട് പുറത്തിറങ്ങിക്കോ. ഇവിടെ കുറെ ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ആളുകളുണ്ട്. ഇനി ഒരാൾ ഡെയിലി അസ്മാഉൽ ബദർ ചൊല്ലുന്ന ഒരാളെന്നെ കണക്കൂട്ടിക്കോ. പക്ഷേ അവന് തീരെ നിസ്കരിക്കൂല. നിസ്കരിക്കാത്ത ഒരാൾ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് കാര്യമില്ല. ചില ആളുകളുടെ ഔലിയാകുക എന്ന് പറഞ്ഞാൽ അതിന് നിസ്കരിച്ചാക്കലാണ് അല്ലെ. ഒരു പച്ചക്കുപ്പായോട്ട് അങ്ങനെ ഉണ്ടായാൽ അല്ലെ, വലിയൊരു മോതിരം ഇട്ടാൽ വൃത്തിയായി. വെറ്റിലെന്നാണ്ട് ഷർട്ട് കൂടെ തുപ്പിയാലോ ഓന് ജദുബിന്റെ ഹാലാണ്. സുബ്ഹാനല്ലാഹ്, വലിയ ഔലേ. അങ്ങനെ വെള്ള ഷർട്ടിൽ ഇനന്റെ ഷർട്ട് കൂടെ തുപ്പിയാൽ മതി. അങ്ങനെ സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാതിരിക്കലാണോ ഔലിയ എന്ന് പറഞ്ഞാൽ? അല്ല, നിസ്കരിക്കണം. നിസ്കരിക്കലോട് കൂടെയാണ് അസ്മാഉൽ ബദറും സ്വലാത്തുകളും ഒക്കെ ചൊല്ലേണ്ടത്. ഒരാൾ നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അതൊന്നും കാര്യമില്ലേ അല്ലെ. ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നപ്പോ കുറെ ആളുകൾ പ്രയാസം പറഞ്ഞു. വലിയൊരു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ പുരണ്ടാക്കാത്തവരും, ഉണ്ടാക്കിയ പുര പൂർത്തിയാക്കാത്തവരും, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരും, അങ്ങനെ ഭാര്യനൊരു പ്രശ്നമുള്ള ആളുകളും, ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് പ്രശ്നമുള്ള ലിസ്റ്റാണ് ഇവിടെ വായിച്ചത്. ഈ ലിസ്റ്റ് ഒക്കെ ഇവിടെ വായിച്ചു കഴിഞ്ഞിട്ടല്ലേ ഈ സദസ്സ് എത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ കുറച്ച് നേരം പോകും. അങ്ങനെയാണ്. ഇതൊക്കെ പാടെ വായിച്ചു നോക്കുമ്പോ എല്ലാവർക്കുള്ള പ്രയാസതാണ്. ഞാൻ പിന്നെ ആരോടും ചോദിച്ചില്ല. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ മുഴുവനും മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയും. നാളെ ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ പുര പുതുതായി ഉണ്ടാക്കിയതാണ്, ഒരു 6 മാസം ആയതേ ഉള്ളൂ, നല്ല ഭംഗിയുള്ള വീടാണ്, അതുകൊണ്ട് ഉസ്താദിനെ ഞാൻ വെറും ഒരു ഭക്ഷണം തരാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതല്ല, പിന്നെ 2 കൂടി തരാനുള്ള പരിപാടി ഉണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ പിന്നെ നമ്മൾ കുഞ്ഞോർത്തിന് അറിയണോണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇല്ലെങ്കിൽ പോലും കാരണം ഈ ട്യൂബ് കാണുന്ന വരെ പേടിയാ നമുക്ക്. അങ്ങനെയുണ്ട്. ഇവിടെ ലൈറ്റ് കുറെ കത്തിയ പരിപാടി ആയി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ആ കൂട്ടുകാരനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ ചോദിച്ചാ മോനെ പല അനുഭവങ്ങൾ ഉണ്ടാകണാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ പറഞ്ഞു, ശരി അങ്ങനെ നിന്റെ പുര എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ചോദിച്ചു. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എങ്കിൽ മതി ആ കട്ടൻ കാപ്പി കൊടുത്ത്. സുബ്ഹാന ജല്ല ജലാലു. അത് ഒരു കണക്കിനൊരു ഇബ്ലീസാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് കൂടെ ആളുകൾ വയത് വിത്തനാക്കാം. ഞാൻ അത് വാങ്ങിയാലും അയിമക്ക് നോക്കാതെ വാങ്ങിക്കോളി. അങ്ങനെ ഞാൻ പിന്നെ ഷർട്ട് കൂടെ ചിന്തയും ചെയ്തോളൂ. അങ്ങനെ ഇവൻ പറഞ്ഞു എല്ലായിടത്തും ഉണ്ടാവും ഇത്. സുബ്ഹാനല്ലാഹ്. പിന്നെങ്കിലും ദ്വയർക്കുമ്പോൾ കാണാം ഒരു ചോറ്റുമതിയായിട്ട് ഇങ്ങനെ വരും. നമ്മളിങ്ങനെ ദ്വയർക്കാം ആത്മാർത്ഥമായിട്ട്. അപ്പൊ വിളിച്ചോടുത്തിട്ട് ഒരു ചോറ്റുമതി. ഈ ചോറിനോടുള്ള ബഹുമാനം കൊണ്ട് നിലത്തൊക്കാൻ പറ്റൂല. നമ്മളെ തുണിനോടുള്ള സ്നേഹം കൊണ്ട് മടിയിലും വെക്കാൻ പറ്റില്ല. പിന്നെ അതുകൂടെ വെക്കാം തലയിലും. അപ്പൊ അതുകൊണ്ട് അതിനോടുള്ള ആദരവ് പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇയാൾ പറഞ്ഞു, ഉസ്താദേ അങ്ങനെ 3000 സ്ക്വയർ ഫീറ്റിന്റെ പുര, ഒരു കച്ചവടം ഈ പുര ഉണ്ടാക്കിയതിന് ശേഷം നടക്കണില്ല. ഒറ്റ കച്ചവടം നടക്കണില്ല. ആദ്യം നല്ലോണം റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടന്നിരുന്നു, ഗൾഫിൽ നല്ല മട്ടേനും അങ്ങനെയൊക്കെ. പക്ഷെ ഈ പുരക്ക് എന്തോ പ്രശ്നമുണ്ട്. ശരിയാ. എന്നിട്ടോ ആരെ പറഞ്ഞു? ഞാൻ ഈ അടുത്തുള്ള ഒരു ആശാരിന്റെ അടുത്ത് പോയപ്പോ ഓന്റെ അടുത്തും പറഞ്ഞു, ഈ പുരന്റെ അളവ് ശരിയല്ല. അളന്നു നോക്കുമ്പോ ഈ പുരക്ക് 3 അളവുണ്ട്. ഒന്നിരിക്കൽ പുര ഉത്തമത്തിൽ നിൽക്കണം, ഇല്ലെങ്കിൽ മധ്യമത്തിൽ നിൽക്കണം, ഇല്ലെങ്കിൽ അധമത്തിൽ നിൽക്കണം. 3 കോലത്തിൽ നിൽക്കണം. ശരിക്കും ശ്രദ്ധിച്ചോളൂ, നിങ്ങളെ പോലെ ഏത് കോലത്തിൽ നോക്കാം. അങ്ങനെ ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ അധമത്തിലാണോ? ഉത്തമത്തിലും മധ്യമത്തിലും നിന്നാ പിന്നെ സ്ഥലക്കച്ചവടം നടക്കും. അധമത്തിലാണെങ്കിൽ തിരയെ നടക്കൂല, വലിയ പ്രയാസം. അങ്ങനെ അധമത്തിലാണെങ്കിൽ മധ്യമത്തിലാണെങ്കിൽ പൗതി പൈസ ഒക്കെ കൊടുത്തിങ്ങനെ നിൽക്കും. അങ്ങനെ ഉണ്ടാവും, രജിസ്റ്റർ എടുക്കാത്തുണ്ടാവും അല്ലേ? ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ അയിമങ്ങനെ ഈ അളവും അങ്ങനെ കൂടിയേക്കാം. സുബ്ഹാനല്ലാഹ്. റെഡി. ഞാൻ ചോദിച്ചു ഓനോട്, മോനെ നീ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല ഉസ്താദ്, നിസ്കരിച്ചില്ല. ഇന്നലെ നിസ്കരിച്ചില്ല. മിനിഞ്ഞാന്ന് നിസ്കരിച്ചില്ല. പിന്നെ നിസ്കരിച്ച് പൊരി കൂടല്ല നിസ്കരിച്ചതാണ്. ഓൻ പൊരി കൂടൽ ഫസ്റ്റ് ഓന്റെ വീടുണ്ടാക്കിയിട്ട് സുബഹിക്കാ കയറിയത്. അന്ന് ഓൻ നിസ്കരിച്ച. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു, അന്റെ അളവ് പാര അളക്ക് വെച്ചു. അല്ല, അന്റെ അളവ് ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ അധമത്തിലാണോ? അത് വേണം നോക്കുക. അതുകൊണ്ട് ആദ്യം അന്റെ അളവ് ഉത്തമത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ പൊരന്റെ അളവ് ഉത്തമത്തിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് കേടെടുക്കാണ് ഇങ്ങോട്ടാണ്. ഒരു പറ്റം ആളുകളുടെ പ്രയാസങ്ങൾ. ഉസ്താദേ എന്റെ പെണ്ണുങ്ങളെ ഊരക്ക് ഭയങ്കര വേദന. ഗർഭം ഒന്നുണ്ടായി, അത് അലസി, 2ാമത്തത് അലസി, 3ാമത്തത് അലസാനുള്ള പരിപാടിയിലാണ്. എന്നിട്ടോ ആശാരി എന്തേ പറഞ്ഞു? ആശാരി പറഞ്ഞ അടുപ്പുണ്ടാക്കിയ ശരിയായില്ല. തെക്ക് പടിഞ്ഞാറിലാണ് സാധാരണ അടുപ്പുണ്ടാക്കിയത്. എന്റെ പേര നിൽക്കുന്നത് തെക്ക് വടക്കിലാണ്. നിങ്ങളതൊക്കെ എങ്ങനെയാണാവൂലെ? ആദ്യം തെക്കിടക്ക് തീരേണ്ടത് എന്നല്ലേ കേക്കടിഞ്ഞാറ് തിരിഞ്ഞാൽ. ഇന്നൊന്ന് പോയി നോക്കിയിട്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ അടുപ്പ് പെങ്കട്ടാണാവും. അതിന്റെ വലിയ ഉസ്താദ്മാർ നമ്മളെ പെണ്ണുങ്ങൾ. അങ്ങനെയുണ്ട്. പേരക്കുട്ടിന്റെ കല്യാണം ശരിയാക്കാത്തതും, മകൻ ഗൾഫ് പോയിട്ട് ജോലി ശരിയാക്കാത്തതും, കിട്ടുന്ന ജോലിക്ക് ശമ്പളം കിട്ടാതിരിക്കണം, ഒക്കെ അടുപ്പിന്റെ കുഴപ്പം. അടുപ്പ് എന്ത് കുറ്റം ചെയ്തത്? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചവനോട്, എന്റെ ഭാര്യന്റെ ഊരമക്ക് വല്ല കണക്ഷനും കൊടുത്തുക്കണോ? ഊരമെന്ന് അല്ല, അതും വേണമെന്ന് ആലോചിക്കാം. അങ്ങനെ സിസ്റ്റങ്ങളൊക്കെ ഒക്കെ വേറെയാണല്ലോ. അപ്പൊ അവൻ പറഞ്ഞു അന്നല്ല. യഥാർത്ഥത്തിൽ
ഈ അടുപ്പ് കിഴക്ക് പടിഞ്ഞാറിൽ ഉണ്ടാക്കുന്നത് നമ്മളെ ഊരവേദന മാറാനും ഇല്ലെങ്കിൽ പേരക്കുട്ടിയുടെ കല്യാണം ചെയ്യാനും ഗൾഫിലുള്ള മകന് ജോലിട്ടാനും അല്ലേ. കിഴക്ക് പടിഞ്ഞാറിൽ അടുപ്പുണ്ടാക്കുന്നത് തത്വശാസ്ത്ര പ്രകാരം പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തിലൂടെ സുഖസുന്ദരമായി കാറ്റിന് ഒഴിഞ്ഞു പോകാം. അതുകൊണ്ട് പഴയ സിലബസിലുള്ള അടുപ്പാകുമ്പോൾ ആ പുക എന്ത് ചെയ്യും, പൊരന്റെ ഉള്ളിൽ മൊത്തം കറങ്ങുന്നത് കൊണ്ട് ആ കറക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുപ്പുണ്ടാക്കുന്നത്. പിന്നെ ആ പ്രശ്നമല്ലേ, ഇപ്പൊ ഈ ആലുവായി തൊരീക്കത്തും പല തൊരീക്കത്തിലുള്ള അടുപ്പും വന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതൊക്കെ പുകഞ്ഞു മേലക്കാൻ കോയൽ വെച്ചാൽ എലികൾ പോയിക്കോളും. ഊപ്പർക്ക് ഇഷ്ടമുള്ള കേക്കോ പടിഞ്ഞാർക്കോ തെക്കോ എങ്ങോട്ടേ പോയിക്കോളെ, ഒക്കെ അടുപ്പിനാ കുഴപ്പം. കാലങ്ങളെ നമ്മൾ കുറ്റം പറയും, ദിവസത്തിനെ നമ്മൾ കുറ്റം പറയും. എന്നാലോ വൽ ഐബു ഫീന, കേട് നമ്മളില. കാലത്തിനല്ല കുഴപ്പം, വൽ ഐബു ഫീന, കേട് നമ്മളില. വമാ ലിസമാനിനാ ഐബുൻ സിവാനാ, കാലങ്ങളിൽ ജീവിക്കുന്ന നമ്മളല്ലാതെ കാലത്തിനൊരു കുഴപ്പമില്ല. നമ്മളാണ് കുഴപ്പക്കാരൊക്കെ. ഈ പൊരന്റെ ഉള്ളിൽ താമസിക്കുന്ന ഓന കുഴപ്പം, പൊരന്റെ അളവിനല്ല കുഴപ്പം, അളവ് വളരെ കറക്റ്റാ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങളോട്, ഇന്ന് സുബഹി അതായി നിസ്കരിച്ച ആളുകൾ എത്ര ആളുണ്ടെന്ന് കൈ പൊക്കാൻ പറയാൻ വേണ്ടി പോകണ. എണീറ്റ് പോകല്ലേ, വെള്ളം കുടിക്കട്ടെ. അങ്ങനെ നമുക്ക് പ്രശ്നത്തിന് തീരുമാനം. തങ്ങന്മാര് വരുമ്പോഴാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച ആയിട്ട് ഒരു പ്രശ്നമുണ്ട്. അതെന്താ കാരണം? ഭർത്താവ് ഭാര്യയെ തല്ലി. എന്താ പ്രശ്നം? അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, എന്താ എന്റെ ഭർത്താവ് ഇങ്ങനെ തല്ലി? ഉസ്താദേ, അതൊന്നുമല്ല, തല്ലിയത് സുബൈക്ക് ഇയാളെ വിളിച്ചുണർത്തുമ്പോ ഇയാൾക്ക് കണ്ടൂടാ. സുബൈക്ക് വിളിച്ചുണർത്തുമ്പോ ഭർത്താവ് ഭാര്യനെ തല്ലിയാണ്. ഇവനെന്താ പണി? രാത്രി 12 മണി 1 മണി വരെ വാട്സപ്പിലാ. അതിന്റെ ആസാമികൾ കുറെ ഉണ്ടാവും ഇവിടെ, പ്രായം ചെന്നൂലല്ലോ ഒക്കെ കണക്കപ്പോ. അങ്ങനെ ഉണ്ട്. മോനോട് പറയും, മോനെ 600ന്റെ സാംസങ് ഒന്നും വിടല്ലോ, അങ്ങനെ 6000 ദിർഹംസിന്റെ പോന്നോട്ടെ. അപ്പാക്കും എല്ലാവർക്കും അതേ വേണ്ടിയുള്ളൂ. ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും തന്നെ ആ 600ന്റെ സാംസങ് കൊടുത്ത് അത് വിട്ടാണ്. മറ്റേ ഇങ്ങനെ അതിന് കഴിയുന്ന വാശിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, അത് വേണം പറയും. ഇതാണ് അവസ്ഥ. ഇനി ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് സുബഹി കറക്റ്റായി അൽഹംദുലില്ലാഹ് ഖളാ ആകാതെ നിസ്കരിച്ച ആളുകൾ എത്ര ആളുകളുണ്ട്? കൈ പൊക്കണ്ട, വാട്സപ്പിൽ കൈ പൊക്കണ ഇങ്ങനെ പൊക്കിയാൽ മതി. കൈ പൊക്കണ്ട വാട്സപ്പിൽ പൊക്കാൻ മതി. അതുണ്ട്. പിന്നെ പൊക്കാത്തവരും കൂടി പൊക്കും. പിന്നെ ഈ സദസ് പിന്നെ എല്ലാവരും കൈ പൊക്കുമ്പോ പിന്നെ എല്ലാം അപ്പുറത്തും എല്ലാവരും പൊക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊക്കും. അപ്പൊ അതുകൊണ്ട് വേണ്ട, നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓട്ടിയാൽ മതി. നിങ്ങളെ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ കറക്റ്റ് റെഡിയാ. ഇന്ന് സുബഹി നിസ്കരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു മനുഷ്യന് സുബഹി നിസ്കരിച്ചില്ലേ ഓനാന്ന് ബർക്കത്തില്ല. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, കോഴികളും കോഴിക്കുഞ്ഞുങ്ങളിലും അല്ലാഹു ബർക്കത്ത് കൊടുത്തു, ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തു, കുറുക്കന്മാരിലും കുറുക്കന്മാരുടെ മക്കളിലും അല്ലാഹു ബർക്കത്ത് കൊടുത്തില്ല, പന്നികളിലും പന്നികളുടെ മക്കളിലും അല്ലാഹു ബർക്കത്ത് കൊടുത്തില്ല. എന്തേ കാരണം? കോഴിയിലും കോഴിക്കുഞ്ഞുങ്ങളിലും അല്ലാഹു ബർക്കത്ത് കൊടുത്തു. എത്ര കോഴികളാണ് ഒരു സർക്കുന്നത്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോഴികൾ അറക്കുന്നുണ്ട് അല്ലേ? കോഴി തന്നെയാണ് ഇപ്പം അൽഫാമായിട്ടും അതുപോലെ ഷവർമയായിട്ടും ചിക്കൻ കാർലി ആയിട്ടും കാർലി ചിക്കൻ ആയിട്ടും ഇനി എന്ത് പേരിട്ടാലും വേണ്ട, എല്ലാം മൂപ്പർ തന്നെയാണ്. തക്കാളി ഒന്ന് അങ്ങോട്ട് വെച്ച് ഉള്ളിപ്പുറത്തേക്ക് ഒന്ന് വെച്ച പേരുമാണ് അങ്ങനെയുള്ളത്. അങ്ങനെ പേരും ഒക്കെ ചിക്കനാണ്. ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ട് കോഴി ഇല്ലാത്തത് കൊണ്ട് എവിടെങ്കിലും സൽക്കാരം നിർത്തിച്ച കഥ ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? കോഴിയിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തേ കാരണം? സുബഹിയുടെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് കോഴികൾ. സുബൈന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാ കോഴികൾ. നമ്മളെ വീട്ടിലൊക്കെ പഴയ കാലത്ത് പൂവൻ കോഴികളുടെ കൂവൽ കേട്ടിട്ടാണ് അത്തായത്തിന് എണീറ്റില്ലേ സുബൈക്ക് എണീക്കാൻ. പാത്തുമ്മ താത്താന്റെ അടുത്ത വലിയ കോഴിയാണ് ആ കൂവുന്നത്. അതുകൊണ്ട് എണീക്കാൻ സമയമായി. ഇന്ന് നമ്മുടെ വീട്ടിലൊന്നും കോഴികളില്ല. കാരണം എന്താ? കട്ട പതിച്ച മുറ്റും അതുപോലെ ഗ്രാനൈറ്റ് വിധിച്ച സിറ്റൗട്ട്, ഇതിന്റെ മേൽ കോഴി എന്ത് ചെയ്യും? നമ്പർ 2 നടത്തും. അതുകൊണ്ട് കോഴി വേണ്ട. അങ്ങനെയാണെങ്കിൽ കുട്ടികളും വേണ്ട. അങ്ങനെ ഉണ്ട് അല്ലേ? കുട്ടികൾക്കൊന്നും ബാപ്പാനോടുമാരോട് സ്നേഹമല്ല. ഉസ്താദെ എന്റെ മോള് ചാടിപ്പോയി, ഉസ്താദെ എന്റെ മോൻ ചാടാതെ പോയി, എന്റെ ഉസ്താദെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇതൊക്കെ എന്താ? സ്നേഹം കമ്മിയുണ്ടാണ്. നമ്മളെ ബാപ്പാനോടും ഉമ്മാനോടൊന്നും അങ്ങനെ മോളെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും സ്നേഹമില്ല. എന്താ കാരണം അറിയുന്നത്? അത് പമ്പേഴ്സാണ്. കുറച്ചൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ ഈ പ്രായം ചെന്ന ആളുകളൊക്കെ നമ്മളെ ഉമ്മാനോടും പാപ്പാനോടൊക്കെ വലിയ സ്നേഹം നമുക്ക്. കാരണം എന്താ? നമ്മളെങ്ങനെ ഉമ്മ ഇങ്ങനെ താലോടിച്ചപ്പോഴും മേലോട്ടിട്ട് ഇങ്ങനെ കളിപ്പിച്ചപ്പോഴും കുറെ ഉമ്മയുടെ വായിലൊക്കെ മൂത്രമൊഴിച്ചിട്ട് നമ്മൾ ഉമ്മാനോട് ചോദിച്ചോണ്ടി ഉമ്മ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കാരണം പമ്പേഴ്സാണ്. 2 കിലോ പഞ്ചസാര, 50 കിലോ പച്ചരി, ഒരു 4 പമ്പേഴ്സ്. ആ ബില്ലിലുണ്ടാവും തക്കാളി, മുളക്, ഉള്ളി. അങ്ങനെ പെണ്ണുങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ തന്നെ പമ്പേഴ്സിന്റെ ഒരു ബില്ലും കൂടി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മക്കൾക്ക് ഉമ്മയോടും ഉപ്പയോടും സ്നേഹമില്ല. ഒരൽപ്പം മൂത്രമൊക്കെ
പാലൊക്കെ മടിയിൽ ഒഴിക്കണം. അപ്പോഴാണ് വാപ്പാനോടും ഉമ്മാനോടും മക്കൾക്ക് സ്നേഹമുണ്ടാവുകയുള്ളൂ. അരിയും പഞ്ചസാരയും മറ്റു ബില്ലുകൾ എഴുതുന്ന കൂട്ടത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ബില്ലിൽ പമ്പേഴ്സ് കയറി വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കോഴിയിലും കോഴിക്കുഞ്ഞുങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തത് സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ്. സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് കോഴി അങ്ങനെ സുബഹിന്റെ മുമ്പ് എണീക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിലും ആണല്ലോ ഇപ്പം എന്ത് ചെയ്യാൻ, നമ്മളോ നീച്ചൊക്കെ ഒരു ഇവിടെ പോയി ഒരു കോഴി ലേലം വിളിക്കാനുമില്ല. ഉണ്ടോ? ഇല്ല, ഒറ്റ കോഴിയില്ല. നിങ്ങൾ ഭയങ്കര ആശാദ, അങ്ങനെ നല്ല മനുഷ്യന്മാരാ. ആട്ടിലോ? ആടും ഇങ്ങനെ തന്നെയാണ്. ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തു. സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് ആട്. ഒരാട് ഉണ്ടായാൽ നമുക്ക് ഒരു പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ ഒരു പ്രയാസമില്ല. രണ്ട് ആടും കുട്ടിനെ വിട്ടാൽ, രണ്ട് കൊച്ചനാടിനെ വിറ്റാൽ മതി ഡ്രസ്സ് വാങ്ങാൻ. ഇന്ന് എന്ത് കൊച്ചനാണ്, നമ്മളെ തന്നെ വെക്കേണ്ടി അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ മാറിപ്പോയി. എന്നാലോ കുറുക്കന്മാരിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തിട്ടില്ല. എത്ര കാശ് കിട്ടിയാലും അത് ബാക്കി വരുന്നില്ല. 10,000ങ്ങളും 50,000ങ്ങളും ഉണ്ടാക്കിയാലും വീടുണ്ടാക്കാൻ കഴിയുന്നില്ല. ഇനി ഉണ്ടാക്കിയ വീടിൽ എത്ര കിട്ടിയാലും തികയുന്നില്ല. എന്തേ കാരണം? കുറുക്കന്മാർ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കാത്തത്. ഓരോ പ്രസവത്തിലും 4 ഉം 5 ഉം മക്കളുമൊക്കെ പ്രസവിക്കുന്നുണ്ട് കുറുക്കന്മാർ. പക്ഷേ കുറുക്കന്മാർ തന്നെ അതിനെ നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. നമ്മൾ ആരും ഒറ്റ കുറുക്കന്മാർ തിന്നുന്നില്ല. എന്നാലോ തിന്നാത്ത സ്ഥലത്ത് കുറുക്കന്മാർ റോട്ടുമക്കൂടെ ഒക്കെ കാണും. പക്ഷെ ഒറ്റ കുറുക്കനും കാണില്ലല്ലോ. ഒറ്റ കുറുക്കനും കാണില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? പ്രസവത്തോടു കൂടെ തന്നെ ഈ മക്കൾ മുഴുവൻ മരണപ്പെടുകയാണ്. കാരണം മഹാന്മാര് പറയുന്നു, സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ കുറുക്കന്മാർ ഓടി നടക്കും. അസ്വലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ കുറുക്കന്മാർ അന്നൗമു ഖൈറും മിനസ് സ്വലാത്ത്. അതിൽപ്പെട്ട മനുഷ്യന്മാരുണ്ടെങ്കിൽ അവൾക്കും ബർക്കത്തുണ്ടാവില്ല. അപ്പൊ തീരുമാനമാണ്. തങ്ങന്മാര് വരുമ്പോ തീരുമാനമാക്കി പോകണം കരുതിയിട്ടാണ് ഞാൻ പറയണേ. അങ്ങനെയുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് പ്രയാസം ഉണ്ടായത് അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയും ഭർത്താവും ത്വലാഖിലെത്തി. എത്താൻ കാരണം എന്താ? ഭർത്താവ് ഭാര്യയെ തല്ലുന്നു. എന്തിനാ ഭർത്താവ് ഭാര്യനെ തല്ലുന്നത്? ഭാര്യ സുബൈക്ക് പോയിട്ട് ഭർത്താവിനെ വിളിച്ചോ, മനുഷ്യ എണീറ്റോളി, ഇക്ക എണീറ്റോളി, സുബൈഹാൻ കൊടുത്ത് കള. അങ്ങനെ 1 2 വട്ടമൊക്കെ വിളിച്ച് 3ാമത്തെ വട്ടം വിളിച്ചപ്പോ ഒറ്റ അടിയാക്കി ഒന്ന് പോയി കൻ്റെ ഒരു സുബൈറ്റ് അങ്ങനെ അല്ലേ? ആ പെണ്ണ് വിളിച്ചത് അങ്ങനെയാണ്. ഇവൻ എങ്ങനെ സുബൈക്ക് എണീക്കാൻ കഴിയാ? ഇവൻ 12 മണി 1 മണി വരെ വാട്സപ്പിലാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെയാ അവൻ എണീക്കുക? എന്നിട്ട് ഇങ്ങനെ ദ്വാ സമ്മേളനത്തിന് വന്നിട്ട് ദ്വാരക്കാൻ ഒരു കാര്യമില്ല. ഞാൻ കുറെ ദ്വാരത്തിന് എന്താ കാര്യം? നാളെ ഒരു കുട്ടിനെ മന്ത്രിച്ചു താൻ വേണ്ടി കൊടുത്തു. അങ്ങനെ മന്ത്രിച്ചു താൻ വേണ്ടി കൊടുത്ത ആ കുട്ടിന്റെ തല ഫുള്ള് അപ്പാച്ചി കട്ട് ചെയ്തേക്കണം. അങ്ങനെ ചീടക്കൂടെയൊക്കെ കംപ്ലീറ്റ് വെട്ടിക്കണം. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ അയിമ മന്ത്രിക്കണം. കുട്ടിക്ക് തീരെ പഠിച്ചിട്ട് പടിയില്ല. ഞാൻ പറഞ്ഞിട്ട് ചങ്ങായി, ഞാൻ 10 അയിമ ഊതിയിട്ട് എന്റെ ഊത്തുകൊണ്ട് ആ ബാക്കിയുള്ള മുടി കൂടി പോകുകയാണെങ്കിൽ അങ്ങനെ മട്ടുണ്ടായിരുന്നു. അല്ലാതെ അയിമത്തെ ഊതിയിട്ട് കാര്യം. ഇപ്പൊ നമ്മളെ കുട്ടി അത് ഉസ്താദെ ബാർബർ ഷാപ്പ് അങ്ങനെ കാട്ടിയാണ്, ഇങ്ങനെ കാട്ടി. എല്ലാ ഫിത്തനേന്റെയും താക്കൂല നമ്മളാ. എല്ലാ ഫിത്തനേയും താക്കൂല നമ്മളാ. അതുകൊണ്ട് പ്രയാസങ്ങളും വിഷമം തരുമ്പോൾ അതിലങ്ങോട്ട് മണ്ടാണ്. ഏതെങ്കിലും തങ്ങളെടുത്തും അല്ലെങ്കിൽ ഒരു മൂല്യരെടുത്തും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കാര്യമായില്ല. സുബഹി കറക്റ്റ് നിസ്കരിച്ചോ. സുബഹി കറക്റ്റ് നിസ്കരിക്കണം. ഭാര്യയോട് നല്ല നിലക്ക് നിൽക്കണം. ഒരു ഭാര്യയും ഭർത്താവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു സന്ദേശമാണ്. ഭാര്യയും ഭർത്താവും എന്നും ഒരേ പൊരയിൽ പ്രശ്നമാണെങ്കിൽ ആ പൊരയിൽ ബർക്കത്തുണ്ടാവും. എന്നും പ്രശ്നമില്ല വരും അല്ലേ? കല്യാണം കഴിഞ്ഞ് 10 കൊല്ലത്തിനിടയിൽ ഒരു 14 മദ്യം കഴിഞ്ഞിട്ടുണ്ടാവും. 8 തങ്ങന്മാര്, 4 പഞ്ചായത്ത് മെമ്പർ അല്ലെ? അങ്ങനെ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇടപെടാത്തുണ്ടാവും. ഈ പൊരയിൽ ബർക്കത്തുണ്ടാവില്ല. എന്നും പ്രശ്നങ്ങൾ നടക്കുക. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഭാര്യമാരോട് പോയി പൊരുത്തപ്പെടിക്കാം. എല്ലാവരും ഈ അപ്പുറത്തിരിക്കുന്ന കൗമനെ പറ്റിയാണ് ഈ പറയുന്നത്. ഓരോട് പോയിട്ട് പൊരുത്തപ്പെടിക്കുക. അതുമോ സംഗതി ഇപ്പം തങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ വലിയ പ്രയാസത്തിലാണ്. കാരണം ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ നാട്ടുകാരോടൊക്കെ ഒരു കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി, കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി അല്ലെ? നമ്മൾ അയൽവാസിയോടും കുടുംബത്തിനോടും ഒക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കും. ഞാൻ പോവാണ്, നിങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടി പൊരുത്തപ്പെടണം. നമ്മളെ ഭാര്യനോട് എന്നിട്ട് നാളെ ഒരു ചങ്ങായി പറഞ്ഞു, ഭാര്യനോട് എന്നിട്ട് പറഞ്ഞു, എന്ത് ഉസ്താദേ ഞാൻ അങ്ങനെ ഭാര്യനോട് പറയട്ടെ, ഭാര്യ ഞാൻ പോവാണ്, 10 മൊഞ്ച് ബേജാറൊന്നും ആകണ്ട, ഒരു 40 ദിവസം കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞാൽ ഞാൻ വരും, ബേജാറൊന്നും ആകണ്ട. ഇവളെന്ത് ചെയ്തു? അടുത്തുള്ള അയലോക്കത്തി എന്ന് പറഞ്ഞു, അയാൾ ഒരു 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അതോടെ ഒരു സുഖം കിട്ടുമല്ലോ. അയാൾ 50 ദിവസം കഴിഞ്ഞ് വരുത്തിട്ട് നിലവിലുള്ള കേസാണ്. നിങ്ങൾ ഹജ്ജിനായപ്പോൾ പറഞ്ഞേ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അങ്ങനെ കരുതിയില്ല, സത്യം പറഞ്ഞു, അങ്ങനെ സത്യം പറഞ്ഞു, സത്യം പറയണ്ടോ? അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ 2.25 തൊലാഖിന്റെ ടീമാ, കാലി അവിടെ ചെല്ലണം കരുതി കുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും പറയണ്ട, ഞാൻ അത് പറഞ്ഞു വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാര്യയെ എപ്പോഴും ഇങ്ങനെ ക്രൂശിക്കാം. എപ്പോഴും ഈ വീട്ടിൽ എന്ത് ബർക്കത്തുണ്ടാവുക? ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യയോട് നല്ല നിലക്ക് നിൽക്കണം. ഭാര്യ ഭർത്താവിനോടും നല്ല നിലയിൽ നിൽക്കണം. അപ്പോഴാണ് ആ വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാവുകയുള്ളൂ.